വെറും നൈറ്റി ബിസിനസ്സിന് മാത്രമായിട്ടല്ലായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് ബിസിനസ്സുകാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസും ഇടയ്ക്ക് കിട്ടണം എന്നുള്ള എൻ്റെ മറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റാണ്. അപ്പോൾ അത് പ്രകാരമുള്ള വീഡിയോ ആണിത്. നമ്മൾ വീട്ടമ്മമാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ പറയേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്നതാവും, ചിലത് ഇനി അറിയാത്തതാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് എന്തെങ്കിലും മാറ്റത്തിലുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ പറഞ്ഞുതരിക. നൈറ്റി ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാടായി, പക്ഷേ അത് യൂട്യൂബിൽ ഇടാറില്ലായിരുന്നു. ഞാൻ ഇതിലിങ്ങനെ ഓരോ ടിപ്സ് വീഡിയോസായിട്ടും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. അതിന് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ പിണക്കത്തിലാണ്, വെറും നൈറ്റി ബിസിനസ് മാത്രമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നൈറ്റി ബിസിനസ് മാത്രമല്ല നമുക്ക് പറ്റുക എന്നുള്ളത് നമ്മൾ തെളിയിക്കണ്ടേ. ബിസിനസ് ആവണ മുമ്പ് നമ്മളൊരു ഹൗസ് വൈഫാണല്ലോ ആയത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിന് ഉപകാരപ്പെടുന്ന, നമ്മുടെ കിച്ചണിലും നമ്മുടെ ലൈഫിലും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ള നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരാത്ത. ആ വീഡിയോ കണ്ടില്ല, ഈ വീഡിയോ കണ്ടില്ല എന്ന് പറയേണ്ടത് അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്സ് നമ്മുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബെഡ്റൂമിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതൊരു പാത്രം ഉപ്പാണ്. നമ്മുടെ ഏത് വീട്ടിലും ഉപ്പില്ലാത്ത ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമുക്കൊക്കെ ജലദോഷം ഇല്ലാതെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ജലദോഷം വരാതിരിക്കാനും, നമ്മൾ വലിയവർക്ക് തന്നെ ഒരു ഇതും ആ ഏജായിട്ടുള്ള സ്ത്രീകളൊക്കെ പറയുന്നതാണ്, അവർക്ക് നീർക്കെട്ടാണ്, ഉച്ച കഴിഞ്ഞാൽ മൂക്കടയും, തലക്ക് കനം, ചങ്ക് ചൊറിച്ചിൽ, അതുപോലെ വലിയ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വർക്ക് ചെയ്യണം, അതുപോലെ ഈ വയറിങ് പണിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെ കാക്കൂനൊക്കെ ഉള്ളതാണ് അലർജി. അപ്പോൾ ഇങ്ങനെ തുമ്മിയിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണിത്. ബെഡ്റൂമിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ കുറച്ച് ഡെക്കറേഷൻ മോഡലോ എന്തെങ്കിലും ഇതിൽ വെച്ചാൽ മതി. നല്ലൊരു പാത്രത്തിൽ വെക്കുക. ഒരു പാത്രത്തിൽ ജനലിൻ്റെ സൈഡിലോ ആ കർട്ടൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ഇത്തിരി ഉപ്പ് വെച്ചാൽ മതി. ഇതിനെല്ലാം നല്ല വ്യത്യാസം ഉണ്ടാവും. ട്രൈ ചെയ്തിട്ട് പറയട്ടോ. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൺ സിങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എച്ചിൽ കിട്ടുന്നത്, അതുപോലെ അത് ബ്ലോക്ക് ആവുന്നത് ഒരുവിധം പേരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അതിനെന്ത് ചെയ്യുക, ഒരു 3 ദിവസം കൂടുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം സിങ്കിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചാൽ മതി. നമ്മുടെ PVC പൈപ്പൊന്നും അത്ര പെട്ടെന്ന് ഉരുകുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 3 ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്ത് പോയാൽ എച്ചിൽ കിട്ടൂല, അതുപോലെ തന്നെ ബ്ലോക്ക് ആവില്ല. എത്ര അടച്ചു വെച്ചാലും നമ്മുടെയൊക്കെ പഞ്ചസാരയുടെ ടിന്നിൽ ഉറുമ്പ് നിറയുക എന്നുള്ളൊരിത് വരുന്നത്. അതങ്ങനെ ഉറുമ്പ് നിറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അരിച്ചെടുത്താൽ പോലും പഞ്ചസാര പൊടിഞ്ഞിട്ടും അതുപോലെ ഒരു കണക്കില്ലാത്ത കിട്ടും. അതിനുള്ളൊരു വഴിയാണ് നമ്മുടെ ഏലക്കാപ്പൂവ്. ഇതൊരു 4-5 എണ്ണം പഞ്ചസാര നമ്മൾ ഇട്ടേക്കുന്ന ടിന്നിൽ ഒക്കെ ഇടുക. ഇത് റേഷൻ ഷോപ്പിലൊക്കെ ചാക്കുകളിലൊക്കെ അതിൻ്റെ അരുഭാഗത്തൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കലാണെന്ന് കേട്ടതുകൊണ്ടാണ് ഈ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്യേണ്ടത്. പഞ്ചസാരയുടെ ടേസ്റ്റ് മാറാനും പോകുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. നമുക്കൊക്കെ ജ്വല്ലറികളിൽ നിന്നോ അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാം, ഇത് മോൻക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയ ഒരു ഗ്ലാസ്സാണ്. ഇതിങ്ങനെയുള്ള ഗ്ലാസ്സുകളിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളുണ്ടാവും. ഇത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിൽ വിനിഗർ എടുക്കുക. എന്നിട്ടത് ഈ ഒരു അടയാളത്തിൽ പുരട്ടിയിട്ട് 2 ദിവസം വെച്ചാൽ ഈ പെയിൻറ്റ് മുഴുവൻ പോയി ഗ്ലാസ് പ്ലെയിൻ ആവും. അതുപോലെ രാവിലെ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരി കുതിർത്തിടാൻ വൈകിപ്പോയി, അപ്പോൾ നന്നാവില്ല എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ദോശമാവ് അതുപോലെ കുത്തപ്പം ഓട്ടടയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കി മാവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് അരച്ചാൽ വറ്റിയില്ലെങ്കിലും പാലപ്പം നന്നായിട്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെയുള്ള ഒരു റിപ്ലൈ കിട്ടും. ഇത് ഞാൻ പരീക്ഷിച്ച് നല്ല സെറ്റപ്പായ ഒരു ട്രിപ്പാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വീട്ടിൽ ആർക്കും റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മട്ടയരി പറ്റൂല. ആ കളർ കണ്ടാൽ ആരും അന്ന് ചോറ് കഴിക്കൂല. അവർക്ക് അപ്പോൾ ചപ്പാത്തി മതി, പൊറോട്ട മതി, ആ രീതിയിലാണ്. ഈ അരി ഇഷ്ടപ്പെടാത്ത പലരും എന്ത് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് വയ്ക്കുകയാണ് ചെയ്ത്. നല്ല അരിയാണ് ഇത്, ഷുഗർ ഉള്ളവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കുറച്ച് വെക്കുക, ഒരാൾക്ക് കുറച്ച് വെച്ച്, ഷുഗറുള്ളവർക്ക് കുറച്ച് വെച്ച്, മറ്റവർക്ക് കുറേ വെച്ച്, അങ്ങനെ പണി വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെക്കൂല. അപ്പോൾ ഇതിനൊരു ഐഡിയ എന്താണെന്നറിയോ, നമ്മൾ വെള്ളം തിളക്കുന്നത് വരെ ഒരു അരമണിക്കൂർ ഈ ഒരു അരി വെള്ളത്തിലിട്ട് വെക്കുക. ഇത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് വേവും ചെയ്യും. ഇതിൻ്റെ ഈ കളറ് മുഴുവൻ മാറി സാധാ നമ്മൾ ചോറ് വെച്ച പോലെ ആവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മട്ടയരി പറ്റാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ കണ്ട, ചോറ് വെള്ള കളറായിട്ടുണ്ട്. മട്ടയരി കൊണ്ട് വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. നമ്മളെ കിച്ചണിൽ അതുപോലെ നമ്മൾ
റാക്കുകളിലുള്ള കവർ ചെയ്തിട്ടുള്ള റാക്കുകളുടെ ഉള്ളിലൊക്കെ പല്ലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിളച്ച കഞ്ഞിവെള്ളം എന്ത് ചെയ്യുക, കുറച്ച് ചായപ്പൊടിയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമ്മുടെ കിച്ചൻ്റെ റാക്കിൻ്റെ മുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് വെക്കുക. ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്തു പോയാൽ നമ്മുടെ വീട്ടിൽ കിച്ചണിൽ ഒരിക്കലും പല്ലിശല്യം ഉണ്ടാവില്ല. മാത്രമല്ല ഇതിൻ്റെ അടുത്ത് പോയാൽ പല്ലി ചാവുകയും ചെയ്യും. വെറും തേയിലയും കഞ്ഞിവെള്ളം മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം മാറ്റി കൊടുക്കണം. ഇതിങ്ങനെ വെക്കല്ല, ഏതെങ്കിലും ഒരു പഴയ ചെറിയ സോസറിലൊക്കെ ആക്കിയിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഐസ്ക്രീം ബൗളിലൊക്കെ ആക്കിയിട്ട് റാക്കിൻ്റെ ഒക്കെ മുകളിലോട്ട് വെച്ചാൽ മതി. കുറച്ച് ആളുകളുടെ വീട്ടിലൊന്നും 2 നേരം ചോറ് വെക്കലുണ്ടാവില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. രാവിലെ വെച്ച് വെക്കലാണ് രാത്രിക്കത്തേക്ക്. പിന്നെ ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ രാവിലെ വെച്ച ചോറ് ചിലപ്പോൾ പുകയില്ലാത്ത അടുപ്പാണെങ്കിലും ചൂടുണ്ടെങ്കിലും ആ ചോറിൽ നിറയെ രാത്രി ആകുമ്പോക്കിന് ഉറുമ്പ് നിറയും. അങ്ങനെ ചോറിൽ ഉറുമ്പ് നിറയാതെക്കാൻ ചെയ്യേണ്ട ഒരു ടിപ്പാണിത്. നമ്മൾ ഈ എന്ത് ചെയ്യുക, ഒന്ന് അടുപ്പ് ചൂടാറിയതിന് ശേഷം അതിൻ്റെ ആ ചെമ്പിലേക്ക് വരുന്ന ആ അടുപ്പിൻ്റെ ആ വട്ട ഭാഗത്ത് വിക്സ് പുരട്ടിയിട്ടാൽ മതി. എന്നും പുരട്ടിയിടാൻ നിൽക്കേണ്ട, ഇടയ്ക്ക് പുരട്ടിയിട്ടാൽ ഒരിക്കലും ചോറിൽ ഉറുമ്പുണ്ടാവില്ല കേട്ടോ. ടെസ്റ്റ് ചെയ്യണേ. ഇനിയിപ്പം ചിലരൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുമ്പോൾ നമ്മൾ മീൻ മുറിച്ച് വെക്കാതെ പോകുക. കാരണം എന്താ പറയുക, മീനിൻ്റെ സ്മെല്ല് എത്ര സോപ്പ് തേച്ചാലും പെട്ടെന്നൊന്നും പോകില്ല. അപ്പോൾ മീനിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പോകേണ്ട ഒരു ഐഡിയ ആണ് എന്ത് ചെയ്യുക, നമ്മൾ മീൻ മുറിച്ച ഉടനെ തന്നെ അത് മസാല തേക്കുക. ഈ ഒരു മസാല, മീൻ മുറിച്ച് ആ ഒരു മസാല കയ്യിൽ മുഴുവനാക്കിയാൽ പെട്ടെന്ന് തന്നെ മീനിൻ്റെ സ്മെല്ല് പോവും. ഇത് കുത്താളി അരിയിലൊക്കെ ഉണ്ടാവുന്ന കുത്തെന്നൊക്കെയാണ് ഇവിടെ അമ്മയൊക്കെ പറയുക, കുത്തെന്ന് പറയും. അപ്പോൾ ഈ റേഷൻ ഷോപ്പിലും അതുപോലെ തന്നെ അരിൻ്റെ റേഷനും ഗോഡൗണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്, നമ്മുടെ ഉണക്കമുളക്. ഉണക്കമുളക് വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പോരാ. ഉണക്കമുളക് എന്ത് ചെയ്യും, ഗ്യാസിലോ അല്ലെങ്കിൽ അടുപ്പിലോ വെച്ചിട്ട് വറക്കുക. എന്നിട്ട് അത് 2 പീസാക്കിയിട്ട് ഈ അരിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കുത്തൻ നാട് വിട്ടോടും. പിന്നെ ആ പാത്രത്തിലുള്ള അരിയിലേക്ക് ഒരിക്കലും കുത്തനുണ്ടാവില്ല. കുത്തനില്ലാത്ത അരിയായാലും നമ്മൾ ചാക്കോടൊക്കെ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ആളുകളൊന്നും ഇല്ലാത്തതാകുമ്പോൾ ഒരു ചാക്കൊക്കെ എടുത്ത് ഒരുപാട് ആവേണ്ടി വരില്ല കഴിയാൻ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേന് ഇത് യൂസ്ഫുൾ ആവും. കുത്തനുള്ളതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ആംപ്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടത്തോട് എറിയാൻ നിൽക്കണ്ട, അതവിടെ ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. എന്നിട്ട് ഇത് ന്യൂസ് പേപ്പറും കൂടി പൊടിച്ചിട്ട് ഒരു പൊടിയാക്കിയിട്ട് നമ്മുടെ അളുക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ നമ്മൾ ബാത്റൂം കഴിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് പാറിച്ച് കൊടുത്താൽ, സോപ്പ് പൊടിയുടെ കൂടെ ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ചെറിയ മീനുകളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് പിന്നീട് പൊരിക്കുമ്പോൾ ചട്ടീൻ്റെ അടിയിൽ പിടിക്കുന്നൊക്കെ ഉള്ള ഇതിങ്ങനെ പറയാറുണ്ട് ചിലരൊക്കെ. ചെറുതൊക്കെ ആകുമ്പോൾ ഫ്രൈ ആക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ മസാല തേച്ചിട്ട് വെച്ചാൽ അത് വേറെ ടേസ്റ്റ് മാറുന്നുണ്ടെന്നും പറയുന്നത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ വിനിഗർ ഒഴിക്കുമ്പോഴാണ് നമ്മൾ മസാല ആക്കി വെക്കുമ്പോൾ മീനിൻ്റെ ടേസ്റ്റ് മാറേണ്ടത്. നമ്മളതിലേക്ക് വിനിഗർ ഒഴിക്കാതെ ഇത്തിരി പുളിനീര് ഒഴിച്ചാൽ മതി. എന്നാൽ ടേസ്റ്റും മാറില്ല. ഫ്രിഡ്ജിൽ വെച്ചാലും അത് അടിയിൽ പിടിക്കൊന്നുമില്ല. നമ്മൾ ഫ്രൈ പാനിലേക്കൊക്കെ ഇടുമ്പം ചട്ടിയിൽ പിടിക്കും, പീസാവും എന്നൊക്കെ പറയാൻ. ഇവിടെ ചെറുതായാലും ഫ്രൈ ചെയ്താലേ ചെറിയ മക്കൾ കൂട്ടുള്ളൂ. നമ്മൾ അടിയിൽ പിടിക്കാതെ കഴിഞ്ഞപ്പോൾ ചിക്കനായാലും മീനുകളൊക്കെ ആയാലും ഫ്രൈ പാനിൽ പിടിക്കില്ല. എന്നാലും കുറച്ചൊരു പഴകിയ ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചെന്ന് വരും. അങ്ങനെയുള്ളത് എന്ത് ചെയ്യുക, കുറച്ച് കരിവേപ്പും അതുപോലെ ഒരു ഇത്തിരി സ്പൂണ് ഉപ്പും ആ ഓയിലിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീനിട്ട് കൊടുത്താൽ ഒരിക്കലും മീനുകൾ തമ്മിലൊട്ടൂല. അതുപോലെ തന്നെ നല്ലതിൽ നെരിഞ്ഞിട്ട് അടിയിൽ പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടും. അതൊക്കെ ഈ പ്രോബ്ലംസൊക്കെ ഉള്ള വീട്ടമ്മമാർ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കുറപ്പാണ് ഈ വീഡിയോക്ക് ഒരുപാട് ട്രോളൊക്കെ വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് തരാൻ പറ്റണമെങ്കിൽ നമ്മൾ പരിഹരിച്ച് തരാം. കമൻ്റായിട്ട് എന്താ അഭിപ്രായങ്ങളോ അറിയിക്കുക കേട്ടോ. ഇവിടെ കാക്കുവിൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് ഈ ചേന മെഴുക് പുരട്ടി. ഇത് ഫ്രൈ ആക്കുമ്പോൾ കൈ ചൊറിഞ്ഞിട്ട് എന്നുകൊണ്ടാണ് ചേന തൊടാത്തതെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ചേന ചെത്തുന്ന ടൈമിൽ തന്നെ പുറം ഭാഗം കഴുകിയതിന് ശേഷം ചെത്തിയിട്ട് അതിൻ്റെ ആ തോൽ ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ ചേന തൊടുന്ന ആ ടൈമിൽ തന്നെ അത് അടുപ്പിലേക്ക് ഇടുക. തോല് വെന്താലും നമ്മളെ കൈയിൻ്റെ ചൊറിച്ചിൽ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഇട്ടേക്കുക. അപ്പോൾ ശനിയാഴ്ച നെറ്റി മെറ്റീരിയലിൻ്റെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. വേണ്ടവർ വേഗം
ഷോർട്സിലൊക്കെ ഉണ്ട് നമ്പർ, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ നെറ്റിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാതെ എല്ലാ വീഡിയോസിനും പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഉൾവശത്ത് കട്ട് ചെയ്യാതെയുള്ള നൈറ്റീൻ്റെ നെക്കിൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. കുറച്ച് ഈ ഒരു വീക്ക് കുറച്ചൊരു ഫങ്ഷൻസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിച്ചിങ്ങും ഓവറായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കുണ്ട്. അതുകൊണ്ടാണ് ആ വീഡിയോസ് എടുക്കാതിരുന്നത്. ഇതൊക്കെ ഈ വീഡിയോസൊക്കെ മുമ്പ് എടുത്ത് വെച്ചത് ഫോണിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ ചാൻസ് കിട്ടുമ്പോൾ ഓരോ വീഡിയോ എടുത്ത് വെക്കും. അത് എഡിറ്റ് ചെയ്യാനാണ് പാട്. അപ്പോൾ കൂടുതലും ഇപ്പം ഓരോരുത്തർ വീഡിയോ ആവശ്യപ്പെടുന്നതുകൊണ്ട് നൈറ്റിമ്മ തന്നെ പോകലാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.